എന്തു പറ്റി ശ്രീധരേണ? ഇനി എന്ത് പറ്റാനടാ, എല്ലാം പോയില്ലേ. വിവാദ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. പത്തനംതിട്ട ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ആണ് മന്ത്രിക്ക് ആളില്ലാത്ത കസേരകൾ കാണേണ്ടി വന്നത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. മന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് സദസ്സിലുണ്ടായിരുന്നത്. CPM പ്രവർത്തകർ പോലും പങ്കെടുക്കാതിരുന്ന ചടങ്ങ് ശ്രദ്ധേയമായി. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ആക്രമണ പ്രത്യാരോപണത്തിനും വധശ്രമ ആരോപണവും ഉയർന്നതിന് ശേഷമാണ് മന്ത്രി വിശ്രമത്തിലേക്ക് പോയത്. അതിനുശേഷം മന്ത്രി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു ഇത്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം തന്നെ ഓടിയ. സത്യം പറഞ്ഞു ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല. സദസ്സിൽ CPM പ്രവർത്തകർ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രിയുടെ പരിപാടിയാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയം കൂടിയാണ്. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിനായി ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ പാർട്ടി പ്രവർത്തകരെ പോലും കാണാൻ കഴിഞ്ഞില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. ഏറ്റവും മുൻനിരയിലായി വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ആകാം. അല്ലാതെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആ പരിപാടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മിണ്ടാതിരുന്ന സഹിക്കുന്ന എന്തിനാണ് ഈ തളയെ? ഇവന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്കും. വേണ്ട, ഇവനെ അടക്കം ചെയ്യണ്ട. ഇവനെ നമുക്ക് തന്തൂരി ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തില്ല. അത് വേണ്ട, ഇവനെ നമുക്ക് വൈദ്യശാലക്കാർക്ക് കൊടുക്കാൻ, രസായനം ഉണ്ടാക്കാൻ.